ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിനൊരു റീസണൊക്കെ ഉണ്ട്. ഓക്കെ, അതിരിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാണുന്ന റോസ് ഉണ്ടല്ലോ, ഈ കാണുന്ന പ്ലാന്റ് ഞാൻ പ്രൂൺ ചെയ്തിട്ടിരിക്കുന്ന പ്ലാന്റാണ്. എൻ്റെ ബാൽക്കണിയിൽ നിൽക്കുന്ന ഒരു റോസ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോസിൻ്റെ തളിര് കാണുമ്പം അതിൻ്റെ ഫ്ലവർ ഏതാണെന്ന് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റുമെന്നും. ഇതാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ. ഈ റോസാണ് ഞാൻ അവിടെ പ്രൂൺ ചെയ്ത് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ലീഫ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു ഓറഞ്ച് ഷെയ്ഡ് കണ്ടോ ആ ലീഫിനകത്ത്. അപ്പം പൂക്കളൊന്നും ഇല്ലാതെ ഒരു റോസ് നിൽക്കുന്ന കണ്ടാലും അതിൻ്റെ തളിര് കണ്ടിട്ട് നമുക്ക് ആ റോസ് ഫ്ലവർ ഏത് ഷെയ്ഡാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ എൻ്റെ സ്വന്തം കണ്ടുപിടുത്തങ്ങളാണ് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ റോസസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഇങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ കാലാവസ്ഥയിൽ എന്തുകൊണ്ടാണ് ഈ റോസ് ഞാൻ ഹാർഡ് പ്രൂൺ ചെയ്തതെന്നറിയാമോ? ഒന്നാമത് അതിനകത്ത് മൊത്തം മീലിബഗ് ആയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ റോസസ് ഒക്കെ ഒരു പോലി ഹൗസ് പോലെയുള്ളൊരു ഇതിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കിപ്പോൾ റോസ് ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല തളിര് തന്നെ വരും, അതിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ള നല്ല തളിർപ്പ് തന്നെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ റോസിനെ ബുഷിയാക്കി എടുക്കുന്നതും കേട്ടോ. മഴ അധികം കൊള്ളാതിരിക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം വെയിൽ വരുമ്പോൾ വെയിൽ കൊണ്ട് അടിക്കാൻ പറ്റുന്ന പാകത്തിനാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഫ്ലവേഴ്സ് തന്നെ ഉണ്ടാവുകയും ചെയ്യുവേ. അപ്പം ഇന്നത്തെ റോസ് വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. പുതിയ റോസ് വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.